പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും ജോലി ലഭിക്കാതെ PSC ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സ്. സൂചനാ സമരത്തിന് പിന്നാലെ സജീവ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 വർഷമായിട്ടും നിയമനം വൈകിപ്പിക്കുന്നുവെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ നിലവിൽ 3 വേക്കൻസി PSCയുടെ സൈറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വേക്കൻസിക്ക് അഡ്വൈസ് അയക്കുന്നില്ല. കാര്യം അവർ ചോദിക്കുമ്പോൾ പറയുന്നത് അത് മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും, ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ വിളിക്കും LSTD ഡ്രൈവറിന് വേണ്ടിയിട്ട്. ഇത് ഞങ്ങളെ റാങ്ക് ലിസ്റ്റിനോടുള്ള അനീതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വർഷമായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടും പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിട്ടില്ല. ഇതിന് എന്ത് ന്യായീകരണമാണ് PSCയും ബന്ധപ്പെട്ടവരും പറയുന്നത്? നീതി ഉറപ്പാക്കാൻ, നീതി ലഭിക്കും വരെ സമരം തുടരാൻ തന്നെയാണോ ഇവരുടെ തീരുമാനവും? KP LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഒരു ഭാഗത്ത് 26 ദിവസം പിന്നിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഈ PSCയുടെ വിവിധ വകുപ്പുകളിലേക്ക് നടന്ന ഡ്രൈവേഴ്സിന്റെ റാങ്ക് ഹോൾഡേഴ്സും അവിടെ പ്രതിഷേധ സമരം നടത്തിയത്. സൂചനാ സമരമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടിയാലോചനകൾക്ക് ശേഷം അനിശ്ചിതകാല സമരം നടത്താൻ തന്നെയാണ് PSC ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം എന്നുള്ളതാണ്. കാരണം ഈ ഒരു റാങ്ക് പട്ടിക പുറത്തു വന്നിട്ട് ഏകദേശം 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതായത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രൈവർമാരുടെ റാങ്ക് പട്ടിക വരുന്നത്. ഓരോ വകുപ്പുകളിലേക്കും ഇവരെ നിയമിക്കുകയും ചെയ്യണം. പല വകുപ്പുകളിലും നിയമനങ്ങൾ കാത്ത് വേക്കൻസികൾ കിടക്കുകയാണ്. പക്ഷേ ആ വേക്കൻസികൾ ഒന്നും തന്നെ ഫില്ല് ചെയ്യാനോ ഈ എടുത്തിട്ടുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് ആരെയെങ്കിലും നിയമിക്കാനോ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു സൂചനാ സമരം നടത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം എന്നുള്ളതാണ് ഡ്രൈവേഴ്സിന്റെയും തീരുമാനം എന്നുള്ളത്. പലർക്കും ഏജ് ഓവർ ആവുന്നുണ്ട്, പലർക്കും ഇനി ഒരു പരീക്ഷ എഴുതാൻ അവസരമില്ല, പലരും കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറിയവരാണ്. അവരെയാണ് ഇത്തരത്തിൽ ഇടത് സർക്കാരിന്റെ പിന്നാലെ UDF സർക്കാരും അവഗണിക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ LSTD അടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം വേക്കൻസികൾ ഒരുപാട് കിടക്കുമ്പോൾ അവിടെ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി വീണ്ടും ഒരു പരീക്ഷ നടത്തി പുതിയ റാങ്ക് പട്ടിക ഇറക്കാനുള്ള നടപടിയിലേക്ക് PSC കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. കാരണം ഒരു പട്ടിക ഇവിടെ നിൽക്കുമ്പോൾ കാലാവധി സെപ്റ്റംബർ 19 വരെ നിൽക്കുന്ന ഒരു പട്ടിക ഉള്ളപ്പോഴാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാനുള്ള PSCയുടെ നടപടി. അതും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം MVD, കേരള പോലീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിൽ ഇത്തരത്തിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. അതിന് കാരണമായി അവർ പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റുകൾക്കും വാഹനമില്ല, അതുകൊണ്ട് നിയമനങ്ങൾ വൈകുന്നു എന്നുള്ളതാണ് PSCയും സർക്കാരും നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന ഒരു ന്യായീകരണ വിശദീകരണം. പക്ഷേ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പുറത്തുനിന്ന് വാഹനം ഹയർ ചെയ്യുന്നുണ്ട്, താൽക്കാലിക ഡ്രൈവർമാരെ എടുക്കുന്നുണ്ട്. ഈ ഡ്രൈവർമാരെ സ്ഥിരപ്പെടുത്തുക, ഒപ്പം തന്നെ PSC നിയമനം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും പ്രതിഷേധം ശക്തമാക്കുക, ഒപ്പം തന്നെ അടുത്തൊരു സമരപ്പന്തൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉയരുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സും നൽകുന്നത്. KP ഇടത് സർക്കാരിന്റെ അവഗണന UDF സർക്കാരും ആവർത്തിക്കുകയാണ്, പ്രതിഷേധവും കനക്കുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.